ശ്രേഷ്ഠരാണ് എവിടെയും തിരസ്കരിക്കപ്പെടും. ഏറ്റവും നല്ല പ്രഭാഷകർ വേദികളും തിരസ്കരിക്കപ്പെടും. ഏറ്റവും നല്ല നടന്മാർ അഭിനയ കലയിൽ ഏറ്റവും സൂക്ഷ്മമായ കലാഭാവമുള്ളവരാരും അവാർഡുകൾ വാങ്ങിക്കുന്നില്ല. സിനിമയിലോ നാടകത്തിലോ അവസരങ്ങൾ കിട്ടാതെ പോകും. ഏറ്റവും നല്ല വൈദ്യന്റെ അടുക്കൽ ചികിത്സയ്ക്ക് ചെല്ലുന്നവർ വളരെ കുറവായിരിക്കും. അയാൾക്ക് പല വിധത്തിലുള്ള അപാകതകൾ നേരിടേണ്ടി വരും. ഏറ്റവും ശ്രേഷ്ഠനായ ജ്യോത്സ്യനും ഇതൊക്കെ തന്നെയായിരിക്കും പ്രശ്നം. ഇങ്ങനെ ഏറ്റവും നന്നായി വീട് പണി ചെയ്യുന്നതും മിതമായ നിരക്കിൽ വീട് ചെയ്തു കൊടുക്കുന്നതും ആയ ആളിന് വീട് പണി കൊടുക്കാൻ മനസ്സ് വരത്തില്ല വീട്ടുകാർക്ക്. അവർ ലോൺ എടുത്ത് വീട് വയ്ക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ അതിൽ അഴിമതി കാണിക്കുന്ന ആളിനെ തെരഞ്ഞു പിടിച്ചിട്ട് അവന് കൊണ്ടുപോയി വീട് കൊടുക്കും. അപ്പൊ വീട് പണിയാനുള്ള അവസരം കൊടുക്കും. ഏറ്റവും കൂടുതൽ വീടുകളുടെ കോൺട്രാക്ട് പിടിക്കുന്ന ആളെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പണം അതിനകത്തുനിന്ന് സ്വരൂപിച്ച് അയാളുടേതായ രീതിയിൽ അയാളുടെ മനസ്സിന് തോന്നുന്ന അളവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളായി. അതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളും. ഏറ്റവും നല്ല ജനറൽ ഫിസിഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് വളരെ കുറവായിരിക്കും ആളുകൾ. വന്നാലും പിന്നെ അദ്ദേഹത്തിനടുക്ക് പോയി ചികിത്സിച്ചാലും അതിനെ ഒരു മതിപ്പോട് കൂടി പറയാൻ ജനവും ഉണ്ടായിരിക്കുകയില്ല. ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. അപ്പൊ എന്ന് വെച്ചാൽ അത്രമാത്രം ആസുരീത വളർന്നിരിക്കുന്ന ഈ സമൂഹമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ഇനി ഒരു 6000 വർഷത്തേക്ക് ഒരു മാറ്റം വരികയാണ്. ഇത് അറിഞ്ഞിരിക്കുന്ന, വളരെയേറെ മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ സമയം ആയപ്പോഴേക്കാണ് യുദ്ധവും പ്രശ്നങ്ങളും പ്രകൃതി ക്ഷോഭങ്ങളും കലാപങ്ങളും ഒക്കെ ഇനി വരികയാണ്. ഇനി ഇതിങ്ങനെ കൂടിക്കൂടി വളരെ വലിയ ധാർമ്മികരായ ഭരണാധികാരികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നിലനിൽക്കും. അവര് കൊല ചെയ്തോ ചെയ്യുന്നില്ലയോ എന്നുള്ളതല്ല, ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പം ആപേക്ഷികമായ ധാർമ്മികത അവർ സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഏതാണോ ത്രാസ് തൂങ്ങി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആപേക്ഷികമായി മൂല്യം കൂടുതലുള്ളിടത്തേക്ക് ധാർമ്മികത നിലനിൽക്കും. ആ തലത്തിൽ ധർമ്മത്തിന് അർത്ഥം കണ്ടുകൊണ്ട് നീങ്ങുന്ന ആളുകളും ഭരണാധികാരികളും ഒക്കെ ഇവിടെ ശോഭിക്കും. അതാണിപ്പോൾ വരാൻ പോകുന്നത്.